ഈ പഴംപൊരി കണ്ട, ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടാ. ഇതെൻ്റെ ഇക്കാൻ്റെ പെങ്ങളുണ്ട് ഇത്താത്തൻ്റെ റെസിപ്പിയാന്നേ. ഇവിടെ വരുന്ന ആളെല്ലാവരും ഈ പഴംപൊരിക്ക് ഫാനാണ്. അത്ര ടേസ്റ്റാണ് ഈ പഴംപൊരിയെ. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഇത്താത്തനോട് പറഞ്ഞ് എന്നാ പിടിച്ചിരുന്ന എൻ്റെ പഴംപൊരിൻ്റെ റെസിപ്പീനെ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. 1 കപ്പിൻ്റെ അളവായിട്ട് ഞാൻ പറയുന്ന 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ദോശക്ക് അരച്ച മാവില്ലേ, അതും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണ്. കുറച്ച് വെള്ളം കൂട്ടി കുഴച്ചതാ ഇതേ പരുവത്തിലാവണം കേട്ടോ. ഇത്ര ലൂസ് വേണേ, അധികം ടൈറ്റും വേണ്ട, നല്ലപോലെ ലൂസും വേണ്ടേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇത് കൊടുക്കണേ. നല്ല പഴുത്ത പഴം വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇത്താത്താനോട് പറയും കേട്ടോ ഈ പഴംപൊരി ആക്കാൻ. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഈ പഴംപൊരി. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനേ. നമ്മൾ ചായക്കടയിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ പഴംപൊരി ഇല്ലേ, അത് തന്നെ അതിൻ്റെ ടേസ്റ്റ്. കണ്ട, ചൂടുള്ള എണ്ണയിലിടുമ്പോഴത്തേക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിലിടുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ എണ്ണ. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചേ. നമ്മളാര് പഴംപൊരി ആക്കിയാലും ഇത്താത്താൻ്റെ ഈ പഴംപൊരിൻ്റെ ടേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് കിട്ടലില്ല കേട്ടോ. കണ്ട, പഴംപൊരി ഏകദേശം നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. അടിപൊളിയാ, നല്ല ടേസ്റ്റാണ്, ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ.